പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വണക്കമാസത്തിൻ്റെ 26-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഔസേപ്പിതാവ് വ്യക്തികളിൽ, സമൂഹങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വണക്കമാസത്തിൻ്റെ അനുഗ്രഹം ഓരോ വ്യക്തിയിലും, കുടുംബത്തിലും, പ്രത്യേകിച്ച് യുവതി യുവാക്കളിലും ദമ്പതിമാരിലേക്കും നിറഞ്ഞ് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണേ. അവരെ ഏത് ദേശത്തായിരിക്കുന്നോ അവിടെ ഒരു സന്തോഷത്തോടെ ആയിരിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ്, ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടെ ഞാൻ സന്തോഷത്തോട്, സ്വസ്ഥതയോടെ ആ ദേശത്ത് വസിക്കാൻ എന്നെ അനുവദിക്കണേ ഈശോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവ് എവിടെയായിരുന്നോ അവിടെയെല്ലാം സന്തോഷത്തോട്, സമാധാനത്തോട് വിശുദ്ധ ഔസേപ്പിതാവിന് ജീവിക്കാനുള്ളൊരു വൻകൃപ എന്താണ്? തൻ്റെ ഉള്ളിൽ പാപമില്ല, തൻ്റെ ഉള്ളിലെ എല്ലാ ചിന്തകളും നന്മയിലേക്കുള്ള ഒരു വലിയ ചവിട്ടുപടിയായിരുന്നു. തൻ്റെ ചിന്തകളെല്ലാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ചിന്ത, ആരെയും മാറ്റി നിർത്തരുതെന്നുള്ളൊരു ചിന്ത. ആ ദേശത്ത് നമ്മൾ അനുഗ്രഹമാകണമെങ്കിൽ, ദേശത്ത് നമ്മൾ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ചിന്തയിൽ ദുഷ്ടചിന്തയോടെ, ദുഷ്ടലാക്കോടെ നമ്മൾ പ്രവർത്തിക്കാതിരുന്നാൽ നമ്മൾ സ്വസ്ഥമായി ദേശത്ത് വസിക്കുമെന്ന് ജെറമ്യാ പ്രവാചകൻ ഈ 7-ാം തിരുവചനത്തിൻ്റെ 3-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? ദേശത്ത് നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മകൾ നിങ്ങൾ മാറ്റുവിൻ, ദൂരെ എറിയുവാൻ ജെറമ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെല്ലാം മാറ്റി ഞാനായിരിക്കുന്ന ദേശത്ത് സ്വസ്ഥതയോടെ എനിക്ക് വസിക്കുവാനുള്ള വൻകൃപ വിശുദ്ധ ഔസേപ്പിതാവെ അവിടുന്ന് വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.